ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്കുട്ടിയെ എങ്ങോട്ടാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. അവന് ദോശയും സാമ്പാറൊക്കെ കൊടുത്ത് അത് സുന്ദരനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ചേട്ടൻ അടുത്തുണ്ടെങ്കിൽ അമ്മേനെ പോലും വേണ്ട. അതാണിപ്പോൾ ഇവിടെ പ്രശ്നം. ചേട്ടൻ അടുത്തുണ്ടെങ്കിൽ അമ്മേനെ പോലും നമ്മുടെ ആദൂട്ടിക്ക് വേണ്ട. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം മാളുവിനെ അതുപോലെയാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ എന്നും പ്രാർത്ഥന. ഇവരെന്നും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഴിയട്ടെ എന്ന് അത് തന്നെയാണ് പ്രാർത്ഥന. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ? പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ. നമ്മൾ ഇന്നലെ ഉള്ളിക്കറിയുടെ വീഡിയോ ആയിരുന്നല്ലോ അല്ലേ? എന്നും വീഡിയോ ആയിട്ടൊക്കെ വരണമെന്ന് വിചാരിക്കും. ഞാൻ വീഡിയോ എന്നും എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇൻഷോട്ട് എന്തോ ഒരു പ്രശ്നമായതുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡൗൺലോഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. അതെന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇന്ന് അതൊന്നും പറയാൻ വേണ്ടി വന്നല്ല. ഇന്നിപ്പം ശനിയാഴ്ചയല്ലേ? ശനിയാഴ്ച ആയതുകൊണ്ട് ചേട്ടനും ചേച്ചിക്കൊന്നും ക്ലാസ് ഇല്ല. ചേച്ചി അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് പോകുന്നില്ലായിരുന്നു കേട്ടോ. അവിടെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ചേച്ചിക്ക് പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ചേച്ചി ലീവായിരുന്നു. എക്സാം തുടങ്ങാനായില്ലേ? ക്രിസ്മസ് എക്സാം അല്ലേ? 9-ാം തീയതി ആണോ? 9-ാം തീയതി അല്ലേ ഉണ്ണി? മാളൂന് 9-ാം തീയതി കേട്ടോ. നിനക്കോ? ഉണ്ണിക്ക് 11-ാം തീയതിയാണ് എക്സാം. അപ്പം അതുകൊണ്ട് മാളു ചേച്ചി പഠിത്തത്തിലൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇന്നിപ്പോൾ 3 പേരും എണീറ്റ് വന്നപ്പോൾ 10 മണിയായി. ഞാൻ പറയുമായിരുന്നു, ഈ പിള്ളേർ ആരും 3 മക്കൾ ശരിയില്ലാന്ന് ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. 3 പേരും എണീറ്റ് വന്നപ്പോൾ 10 മണിയായി. അപ്പോൾ ചുമ്മാ മോന്ത എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആദൂട്ടിക്ക് ലോക ഭിന്നശേഷി ദിനമില്ലേ? ഭിന്നശേഷി ദിനത്തിൻ്റെ അന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് BRCന്ന് കിട്ടിയതാണ്. BRCയുടെ എന്ത് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും മക്കൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഗിഫ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് പിന്നെ എന്തെങ്കിലും കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആദൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആദൂട്ടിക്ക് എല്ലാം അറിയാം. അവൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ആദൂട്ടി അവൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റണില്ല. അവൻ വിചാരിക്കുന്നിടത്ത് വരുന്നില്ല, അതേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ആദൂട്ടിക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും മോൻ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും മോൻ കൈ പൊന്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും അത് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമുക്ക്. കുഞ്ഞാവ കിടക്കുവാണ്. ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടി കഴിയുമ്പോൾ കുഞ്ഞാവേൻ്റെ കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കുഞ്ഞാവ ഇങ്ങനെ ചാടി കിടക്കും. എന്നിട്ട് ഒറ്റ ചാട്ടമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആദൂട്ടി. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദൂട്ടി എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇടയ്ക്കൊന്ന് കട്ടാക്കാൻ തോന്നും കേട്ടോ. വണ്ടി ഇതിലേ പോകുമ്പോൾ സൗണ്ട് ഭയങ്കര. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കട്ടാക്കിയതാണ്. എന്ത് പറഞ്ഞാലും ആദൂട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് പുതിയ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് പുതിയ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാൽ ജോയിൻ ചെയ്യുന്നതെന്ന് അറിയില്ല. മിക്കവാറും തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഇനി എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകും. അല്ല പിന്നെ ഫിസിയോതെറാപ്പിക്ക് ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകും കേട്ടോ. എല്ലാ ദിവസവും പോകും. അതൊരു മടിയൊന്നുമില്ലല്ലോ. മടിയൊന്നുമില്ല കേട്ടോ. മടിയുണ്ടോ? ചേട്ടനും അനിയനുമാണ് ഇപ്പം സ്റ്റാർ കേട്ടോ. അവരാണ് കൂട്ട്. മാളു ചേച്ചി സ്നേഹമാണ്. പക്ഷെ മാളു ചേച്ചി അത്ര അടുപ്പില്ല. ഇനി രാത്രിയിൽ ഉറക്കം കുറവാണ് കേട്ടോ. രാത്രിയിൽ നല്ല ഉറക്കം കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചേ വീണ്ടും കാട് കയറി വർത്താനം പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ ആദൂട്ടിയുടെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇല്ലേ? അപ്പം നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുന്നൊക്കെയുണ്ട്. 3-4 പേർക്ക് സ്റ്റേജ് വെച്ചിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദൂട്ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേജിൽ കയറുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതെല്ലാവരെയും കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഡിസബിലിറ്റി ഡേ പരിപാടിനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചെറിയ ക്ലിപ്പ് എല്ലാവരെയും കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ കാണാം കേട്ടോ. ഇനി ആദൂട്ടിക്ക് ചെറിയൊരു മിഠായി കിട്ടിയാൽ പോലും അത് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരുപാട് പേര് വിളിച്ചിട്ട് ആദൂട്ടി വിശേഷം തിരക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ്റെ പേരെന്താ, ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ആദൂട്ടീനെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവന് ഹാപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചേ. അപ്പം നമുക്ക് ആ ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ട്
നമുക്ക് ആദൂട്ടിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ കാണാം. പ്രൈസിൽ ഗിഫ്റ്റ് എന്താണെന്ന് കാണാം. പിന്നെ ഗിഫ്റ്റ് കാണിക്കുമ്പോൾ ആദൂട്ടി എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദൂട്ടിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദൂട്ടിനെ അത് അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടായിരിക്കും, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ചെറിയ ക്ലിപ്പൊന്നും എല്ലാവരും കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കാണിക്കാം. അടുത്തതായി വൈഷ്ണവിക്കുള്ള സമ്മാനമാണ്. വൈഷ്ണവിക്കുള്ള സമ്മാനം ലയൺ വിഷ്ണു വിതരണം ചെയ്യും. അപ്പോളേ ഈ പ്രാവശ്യം ആദൂട്ടി അമ്മയും കൂടി സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം വാങ്ങുന്നൊക്കെ എല്ലാവരും കണ്ടോ? ആദൂട്ടി ഞാൻ പോയില്ല, ആദൂട്ടി തന്നെയാണ് സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിയത് കേട്ടോ. ആദൂട്ടി സമ്മാനമൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പുതപ്പാണ് കിട്ടിയത് കേട്ടോ. അടിപൊളി പുതപ്പായിരുന്നു. അത് ആദൂട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തു. ഈ പ്രാവശ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുള്ള സാധനമാണ്. ആദൂട്ടിക്കും ഉപയോഗിക്കാം, മരുന്നിടാനൊക്കെ എടുക്കാം. അപ്പം എന്തായാലും എന്താണെന്ന് നമുക്ക് കാണാം. അപ്പം ഫസ്റ്റ് നമുക്കേ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ടിന്നുകളാണ് കേട്ടോ. 9 പല സൈസിലുള്ള ടിന്നുകളാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം അത് ഉപയോഗമുള്ള സാധനങ്ങളാണ് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാവേ. അതിനകത്ത് ഏറ്റവും വലുത് ഇതാണ് കേട്ടോ, 1. ഇതാണ് അതിനകത്ത് വലുത്. ഇതാട്ടോ ഒന്നാമത്തെ ഗിഫ്റ്റ്. ഇതാണ് ഒരു ഗിഫ്റ്റ് ആണെങ്കിലും അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നിന്നൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ കൂടെ അതിൻ്റെ ചേച്ചിപ്പെണ്ണുണ്ടായിരുന്നു. ചേച്ചിപ്പെണ്ണ് കിട്ടിയ പാടെ അതൊന്ന് ഞോണ്ടി പൊട്ടിച്ചു കേട്ടോ. അങ്ങനെയല്ലേ മക്കളൊക്കെ, അങ്ങനെയല്ലേ സമ്മാനം കിട്ടിയാലേ. ഇത് രണ്ടാമത്തേതാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ. ഇഷ്ടമായോ? ആദൂൻ്റെ ആണേ, അമ്മേൻ്റെ അല്ല കേട്ടോ, ആദൂൻ്റെ ആണ്. ഇത് രണ്ടാമത്തെ കേട്ടോ. അതൊന്ന് എടുത്ത് ഫസ്റ്റ് ഇത് വലുത്. ഇത് 2. ഇത് എന്തായാലും കിട്ട് അടച്ച് വെക്കാൻ നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് അടച്ച് വെക്കാൻ നല്ലത്. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് 2. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ആദൂട്ടീൻ്റെ ബിസ്ക്കറ്റ് ഇടാമെന്ന് വിചാരിക്കുവാണ്. ബിസ്ക്കറ്റിൻ്റെ മാറ്റി ഇനിയിപ്പോൾ അവന് കിട്ടിയ സാധനത്തിൽ അവൻ്റെ ബിസ്ക്കറ്റ് അങ്ങ് ഇട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു. എല്ലാം അമ്മ എടുത്താൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമാമയുടെ ബിസ്ക്കറ്റ് ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് 3. പിന്നെ കിട്ടിയേക്കുന്ന ടിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇത് 1, ഇതൊന്ന് ചെറുതാണ് കേട്ടോ. പക്ഷെ ഇത് കിട്ടിയതിൻ്റെ പിറ്റേന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പയറ്റൊക്കെ പയറ്റി. ഒരു പ്രാവശ്യം ഒരു ബോട്ടിൽ കിട്ടിയായിരുന്നു. അത് വെള്ളം കൊണ്ടുപോയി അത് മൊത്തം ആൾ നാശാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം കൊണ്ടുപോകണ്ട, കുഞ്ഞിന് കിട്ടിയത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് കാണിച്ചു തന്നല്ലോ അല്ലേ. ഇത് 1. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയത് ഇതാണ്. ഇതുപോലത്തെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത്. ചിരിയാണ് ഇട്ടത് കണ്ടപ്പോൾ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത്. ഇതങ്ങ് മാറ്റി വയ്ക്കാവേ. അടുത്തത് കിട്ടിയത് ഇത് തന്നെയാണ്. ഇത് അതുപോലത്തെ തന്നെ വേറെ ഒരെണ്ണം. അമ്മയ്ക്ക് തരുമോ? ചേച്ചിക്ക് കൊടുക്കണോ? ചേച്ചിക്ക് കൊടുക്കാൻ സമ്മതിക്കാം, അമ്മയ്ക്ക് തരാൻ സാധ്യത. ഇത് 1 കേട്ടോ. പിന്നെ അടുത്തത് ഇതാണേലും എവിടെയൊക്കെ പോകുമ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അടച്ചുകൊണ്ട് പോകും. പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരിത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. അതിൻ്റെ വകയാകട്ടെ ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഇടുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഇത് കേട്ടോ. പിന്നെ ഉള്ളത് അതിൻ്റെ ചെറുത് 2 എണ്ണങ്ങളാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ചെറുത് 2 എണ്ണങ്ങളാണ്. കുഞ്ഞാണ് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ പാകത്തിനുള്ളത്. ഇതുണ്ടോ, അച്ചാർ കുഞ്ഞ് ടിന്നിലുള്ള അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പാകത്തിനുള്ളതാണ്. അത് കൂട്ടി 2 എണ്ണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ അത് കൂട്ടി തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അടച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ഇത് 2. ഇത് 2 അല്ലല്ലോ മാളൂസേ? 3. മൊത്തത്തിൽ എല്ലാവരും കൂടി ഒന്ന് കാണിച്ചു തരാം. മാളൂസ് അടുത്ത് നിൽപ്പുണ്ട്, വരാഞ്ഞിട്ടാണ് കേട്ടോ. ഇത് 3. ഇത് 3 എണ്ണം.
ഇത് 3 ഇടയ്ക്ക് അതുകൊണ്ട് അച്ഛനൊരു ചുമ വന്നു, അപ്പം ഞങ്ങളങ്ങ് നിർത്തിയതായിരുന്നു. ഇത് 3 ഇത് 3 ആദൂൻ്റെയാണേ. ആദൂന് എന്തെങ്കിലുമൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്നതൊക്കെ. പിന്നെ ഉള്ളത് ഇത് 3 അപ്പം എത്ര എണ്ണമായി? 6 ആ 6 കേട്ടോ. അതവിടെ ഇങ്ങനെ അടുക്കിയൊക്കെ വെക്കാൻ രസമാണ്. പിന്നെ ഉള്ളത് തെറിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഇവ തട്ടിക്കളഞ്ഞ. പിന്നെ ഉള്ളത് ഇതൊരെണ്ണം കേട്ടോ, ഇതൊരെണ്ണം. പിന്നെ ഉള്ളത് ഇത് 2. ഇത്രയാണ് നമ്മുടെ ആദൂട്ടിൻ്റെ ഗിഫ്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ആദൂട്ടിൻ്റെ ഗിഫ്റ്റൊക്കെ. ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദൂട്ടിനോട് സ്റ്റേജിൽ കയറി വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി സമ്മാനമൊക്കെ വാങ്ങി. അപ്പം എല്ലാവർക്കും ആദൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാളൂസ് ചോദിച്ചാണ് എന്നെ കിട്ടിയോ അമ്മാന്ന് ചോദിച്ചാണ്, കിട്ടിയില്ലെന്ന് പറഞ്ഞാണ്. അപ്പം ആദൂട്ടിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെന്താണ്, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും, നമുക്ക് മാത്രമല്ല കേട്ടോ, അത് പറയാൻ വിട്ടുപോയി, നമുക്ക് മാത്രമല്ല ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്. അവിടെ വന്ന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പം അവിടെ ഒരു വ്യത്യാസങ്ങളില്ല കേട്ടോ. ആരും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേ കുടുംബം പോലെയാണ്. ഭക്ഷണം കഴിക്കാനാണേലും ഓരോ ടീച്ചർമാരാണേലും അതെ കേട്ടോ, ഭക്ഷണം കഴിക്കാനാണേലും മേടിക്കാനാണേലും അവർ നമ്മളോട് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കും. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അവിടെ ചെല്ലുമ്പം. പിന്നെ നമ്മുടെ താഹിരയാണേലും എല്ലാത്തിനും നമ്മുടെ കൂടെ വരും കേട്ടോ. 3-4 പ്രാവശ്യം ഒരു ബാത്റൂമിലൊക്കെ പോകേണ്ട വന്നു താഹിര. അപ്പം നമ്മുടെ കൂടെ എല്ലാത്തിനും വരും. മാളൂസ് കുഞ്ഞാവേനെടുത്ത് നിന്നു, താഹിരയുടെ കുഞ്ഞിനെടുത്ത് നിന്നു. അതൊക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. അവരെയൊക്കെ എൻ്റെ കൂടെ കിട്ടിയത്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഇത് പറയണമെന്ന് തോന്നി. അവിടെ ഒരു എന്താ പറയുക, ഒരു ഐക്യമാണ് അവിടെ പോയി. നമുക്കൊരു സമാധാനമാണ് മനസ്സിന്. കാരണം എല്ലാവരും ഒരേപോലെ ഉള്ളൂ, ഒരാൾക്കും അവർക്ക് ഒരു വഴക്കുമില്ല, ഒച്ചപ്പാടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ വീണ്ടും നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ടാറ്റാ ബൈ ബൈ.